എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും ഡെലീഷ്യസുമായിട്ടുള്ള വെജ് കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വലിയ പച്ചമുളക്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, പിന്നെ ബ്രെഡ് സ്ലൈസസ് 6 7 എത്രയാണെന്ന് വെച്ചാൽ. പിന്നെ വേണ്ടത് 2 മുട്ട, 2 സവോള അരിഞ്ഞത്, കുറച്ച് പയറരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്. ആദ്യമേ തന്നെ ആ ബ്രെഡ് സ്ലൈസസ് എല്ലാം എടുത്തിട്ട് മിക്സിക്കകത്തിട്ട് നല്ലപോലെ പൊടിപ്പിച്ചെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഒരു പാൻ എടുക്കുക, നല്ലപോലെ ചൂടാക്കുക. ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം അത് കുറച്ച് ബ്രൗൺ കളറാകുമ്പം അതിലോട്ട് സവോള ഇടണം. അരിഞ്ഞു വെച്ച സവോള ഇടണം. സവോള ചെറുതായിട്ട് വാടി തുടങ്ങുമ്പോൾ അതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ച പയറിടുക. അരിഞ്ഞു വെച്ച് ക്യാരറ്റ് ഇടുക. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ല ബ്രൗൺ കളറാകും വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പരുവത്തിനായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. ആദ്യമേ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുക. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നേരത്തെ പുഴുങ്ങി വെച്ച 2 ഉരുളക്കിഴങ്ങ് അതുകൂടി ഇതിനകത്തോട്ടിടാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മസാലയും കിഴങ്ങും എല്ലാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം അവസാനമായി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച് മല്ലിയില ഇടാം.
അങ്ങനെ നമ്മുടെ വെജ് കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റിയും ഡെലീഷ്യസുമായിട്ടുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. നേരത്തെ നമ്മൾ 2 മുട്ടകൾ എടുത്ത് വെച്ചില്ലായിരുന്നോ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ? ഇനിയാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. ആ 2 മുട്ട എടുക്കണം, പൊട്ടിക്കണം, നല്ലപോലെ ബീറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇതിൽ പിന്നെ നമ്മൾ പാൻ എടുക്കുന്നു, ചൂടാക്കുന്നു. അതിനുശേഷം ചൂടായതിന് ശേഷം അതിനകത്ത് എണ്ണ ഒഴിക്കുന്നു. അതിനുശേഷം നമ്മൾ കട്ട്ലേറ്റിന് വേണ്ടി റെഡിയാക്കിയ കൂട്ട് ഓരോന്നും കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ചെറുതായിട്ടെടുത്ത് ഉരുട്ടി ഒന്ന് ചെറുതായിട്ട് പരത്തിയിട്ട് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് മുട്ടയ്ക്കകത്തോട്ട് ഡിപ്പ് ചെയ്യുന്നു, ഒന്ന് മുക്കുന്നു. അതിനുശേഷം പൊടിച്ച് വെച്ച ബ്രെഡിനകത്തിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നത്തെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് പറ്റിയെടുക്കാൻ. അങ്ങനെ നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെക്കുന്നു. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഫ്രൈ ചെയ്യും. ഓക്കെ, അങ്ങനെ 3-4 എണ്ണം റെഡി ആയതിനു ശേഷം നമുക്ക് എണ്ണയ്ക്കകത്തോട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഒരു വശം ഫ്രൈ ആയതിനു ശേഷം നമുക്കതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ കട്ട്ലേറ്റ്സും നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഡെലീഷ്യസും ആയിട്ടുള്ള കട്ട്ലേറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയും സിമ്പിളുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thank you.